നമസ്കാരം. ബിഗ് ബ്രദർ ഇസ് വാച്ചിങ് എന്ന് കേട്ടിട്ടില്ലേ? ജനങ്ങളും ഇവിടെ നല്ല നോട്ടക്കാരാണ്. സെലികമൻട്രി ആരംഭിക്കുന്നു. ഒന്നോ രണ്ടോ ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു സെലികമൻട്രി ഇന്നലത്തെ അവസ്ഥ പ്രതീക്ഷിച്ചതാണ്. അത് തന്നെ പ്രേക്ഷകരും പലരും സെലികമൻട്രിക്ക് മെസ്സേജ് അയച്ചു. ആഫ്റ്റർ എ ഹെക്ടിക് സ്പെൽ, വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് സീസ് വേക്കന്റ് ബർത്ത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മന്ത്സ്. സെലികമൻട്രിയും വളരെ കൗതുകത്തോടെ ആ കാഴ്ച നോക്കിയിരിക്കുകയായിരുന്നു. സന്തോഷകരമായ ഒരു കാര്യം, ഒരു ലിറ്ററസി, മറൈൻ ലിറ്ററസി, ഷിപ്പ്, കടൽ, കപ്പൽ, പോർട്ട്, ബേർത്ത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നാട്ടുകാരിപ്പോൾ വളരെ കീനായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ നമ്മുടെ നാട്ടിൽ ഒരു മറൈൻ കൾച്ചർ രൂപപ്പെടുകയാണ്. എന്ത് തന്നെ പോരായ്മ പോർട്ടിനുണ്ടെങ്കിലും പരിമിതികളുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനെയൊക്കെ അതിജീവിക്കുവാൻ ഈ ഒരു അവയർനെസ്, ഈ ഒരു വിദ്യാഭ്യാസം, ഈ ഒരു പഠന പ്രക്രിയ തീർച്ചയായും സഹായിക്കും. അങ്ങനെയാണ് പല പ്രേക്ഷകരും സുഹൃത്തുക്കളും ചോദിച്ചു, എന്ത് പറ്റി തുറമുഖത്ത് കപ്പലൊന്നും കാണില്ല, ബർത്ത് വേക്കന്റ് ആണ് എന്ന് പറയുമ്പോൾ MSC ബുസാൻ മാത്രമാണ് ഒരു സമയത്ത് ബർത്തിലുണ്ടായിരുന്നത്. ആങ്കറേജിലും കപ്പലുകളില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് സെലികമൻട്രിക്ക് നേരത്തെ തോന്നി. കാരണം 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു ഒരു ഘട്ടത്തിൽ 7 കപ്പലുകൾ ആങ്കറേജിലുണ്ടായിരുന്നു, 3 കപ്പലുകൾ ബർത്തിലുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് തോന്നി MSC എന്തെങ്കിലും അടിയന്തരമായ തീരുമാനങ്ങൾ ഉടനെ എടുക്കും. ഇങ്ങനെ അനിശ്ചിതമായി കപ്പലുകളെ പുറംകടലിൽ കാത്തുകിടക്കാൻ അവർ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയിരുന്നു. അത് തന്നെ സംഭവിച്ചു. MSC ഷിഫ്റ്റഡ് ദി ട്രാൻസ്ഷിപ്മെന്റ് ആക്ടിവിറ്റി ഫോർ അബുദാബി കാർഗോ ടു ഹംബൻടോട്ട ടു റെഡ്യൂസ് കൺജഷൻ ഹിയർ. ഇവിടെയുള്ള തിരക്ക് കുറയ്ക്കാൻ താൽക്കാലികമായിട്ടെങ്കിലും അബുദാബിയിൽ നിന്ന് വരുന്ന, അബുദാബി MSCയുടെ ഒരു പ്രധാന കേന്ദ്രമാണ്, ഗൾഫ് മേഖലയിലെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് അബുദാബി. അവിടെ നിന്നുള്ള വെസൽ, അവിടെ നിന്ന് വരുന്ന ഫീഡർ വെസലുകൾ താൽക്കാലികമായി ഹംബൻടോട്ടയിലോട്ട് മാറ്റി. ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കാറുണ്ട്. ഇങ്ങനെയായിരുന്നല്ലോ കൊളംബോയിൽ പോയിക്കൊണ്ടിരുന്ന കപ്പലുകളെല്ലാമാണ് പെട്ടെന്ന് വലിച്ച് TRVയിലോട്ട് MSC വിട്ടത്. അവർ അതുപോലെ പല കാര്യങ്ങളും, പല പരീക്ഷണങ്ങളും നടത്തും. എവിടെയാണ് എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് വെസലുകളെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കി അവർ തീരുമാനമെടുക്കും. അവിടെ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. നമ്മൾ ആ പാഠം മനസ്സിലാക്കി തീരുമാനമെടുത്തില്ലെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായി മാറ്റിയിരിക്കുന്നത് സ്ഥിരമായി മാറ്റാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഹംബൻടോട്ടയ്ക്കും ശ്രീലങ്കയ്ക്കും കൊളംബോ പോർട്ടിനുമൊക്കെ ഇങ്ങനെ ധാരാളം കപ്പലുകളെ സ്വീകരിക്കാൻ കഴിയുന്നത്? ഞാൻ കൊളംബോ പോർട്ട് നോക്കി. കൊളംബോ പോർട്ടിൽ അവരുടെ ഇന്നലത്തെ വെസൽസ് ഇൻ പോർട്ട് 63, എക്സ്പെക്ടഡ് വെസൽ 68. ഈ വെസൽസ് ഇൻ പോർട്ട് 63 എന്ന് പറയുന്നത് എല്ലാം ഈ ട്രാൻസ്ഷിപ്പ് ചെയ്യാൻ വന്ന കപ്പലുകൾ മാത്രമാവണമെന്നില്ല. നമ്മുടെ ഇവിടെയുള്ള ഡോൾഫിൻ പോലെയുള്ള ടഗുകൾ, അതുപോലെ മറ്റാവശ്യങ്ങൾക്കുള്ള ചെറിയ യാനങ്ങൾ എല്ലാം കൂടി ചേരുന്നതാണ് 63. എന്നാൽ പോലും നമ്മുടെ പരിസരത്ത് ഒരു പോർട്ടിൽ വെസൽസ് ഇൻ പോർട്ട് 63യും എക്സ്പെക്ടഡ് അറൈവൽ 68 എന്ന് പറയുന്നത് ഒരു വലിയ നമ്പറാണ്. ഇത് ചൈനയിലും സിംഗപ്പൂരിലും ഒക്കെ ബഹുദൂരം മുന്നിലാണ്, നമ്മൾ അത് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ കൊളംബോയിൽ ഇത്രയും കൂടുതൽ വരുമ്പോൾ എന്താണ് അവരുടെ ഈ മാജിക്, പ്രവർത്തനത്തിന്റെ മാജിക് എന്താണെന്ന് കൂടി നമ്മൾ അറിയണ്ടേ. ജയ കണ്ടെയ്നർ ടെർമിനൽ 1292 മീറ്ററാണ് അവരുടെ ബർത്തിന്റെ നീളം, 1292. അതുകൂടാതെ അവിടെ 352 മീറ്റർ അഡീഷണൽ ബർത്ത് ഉണ്ട്. ഒരേ സമയം 4 കപ്പലുകളെ നിർത്താൻ പറ്റുന്നു. ഒരു ടെർമിനൽ മാത്രമാണ്. രണ്ടാമത്തത് യൂണിറ്റി കണ്ടെയ്നർ ടെർമിനൽ, 1005 മീറ്ററാണ് ആ ടെർമിനലിന്റെ ബർത്ത്. 3 കപ്പലുകളെ ഒരേ സമയത്ത് നിർത്താം.
പിന്നെ അതിൽ തന്നെ അഡീഷണൽ ആയിട്ട് 340 മീറ്റർ 2 ഫീഡർ വെസലുകളെ ഒരേ സമയത്ത് നിർത്താവുന്ന ബർത്തുണ്ട്. സൗത്ത് ഏഷ്യ ഗേറ്റ് വേ ടെർമിനൽ, ഇതെല്ലാം കൊളംബോയിലാണെന്ന് ഓർത്തോളാം. സൗത്ത് ഏഷ്യ ഗേറ്റ് വേ ടെർമിനൽ 940 മീറ്റർ. ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ 1320 മീറ്റർ. ഇതുകൂടാതെ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി കൊളംബോയ്ക്ക് 6000 മീറ്ററാണ് അവരുടെ ബർത്തിന്റെ ലെങ്ത് വരുന്നത്. ക്വേ ലെങ്ത് എന്ന് പറയും. 6000 മീറ്റർ. അതിൽ കണ്ടെയ്നർ ബർത്തും അതെല്ലാം കൂടിയാണ്, ബൾക്കും ഓയിലും എല്ലാം കൂടിയാണ് ഈ 6000 മീറ്റർ എങ്കിൽ കണ്ടെയ്നറിന് മാത്രമായിട്ട് 4897 മീറ്റർ ഉണ്ട് കൊളംബോയ്ക്ക്. അപ്പോൾ എന്തുമാത്രം കപ്പലുകളെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയെ ലക്ഷ്യം വെക്കുന്ന കപ്പലുകളാണ്. നൂറ്റാണ്ടുകളായി അവിടുത്തെ ഇത്രയും വർഷങ്ങളായി അവരുടെ ബന്ധങ്ങൾ, കപ്പൽ കമ്പനികളുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമല്ല, നമ്മുടെ ഇവിടെ ഇപ്പൊ MSC മാത്രമാണ് വന്നിരിക്കുന്നത്. പല പ്രേക്ഷകരും ചോദിക്കാറുണ്ട് എന്താണ് MSC മാത്രം വരുന്നതെന്ന്. MSCക്ക് മാത്രമായിട്ട് തന്നെ സ്ഥലം കൊടുക്കാൻ പറ്റുന്നില്ല. ഇന്നലത്തെ സിറ്റുവേഷൻ അപൂർവമാണ്. അത് മാറും. ഇപ്പൊ തന്നെ പല കപ്പലുകളും ആഫ്രിക്ക ചുറ്റി വരുന്നുണ്ട്, ശ്രീലങ്ക ചുറ്റി വരുന്നുണ്ട്. അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറുകയും കപ്പലുകൾ കൂടുതൽ വിട്ടുകൊണ്ട് MSC ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയും ചെയ്യും. പക്ഷേ എങ്ങനെയാണ് ശ്രീലങ്കയ്ക്കും ഹമ്പൻടോട്ടയ്ക്ക് പറ്റുന്നത്? ഇത്രയും നാളത്തെ അവരുടെ അനുഭവം, പരിചയം, എത്ര ഓപ്പറേറ്റേഴ്സ്, 10-12 ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ലോകത്തിലെ ഏറ്റവും വമ്പൻ ഓപ്പറേറ്റേഴ്സ്. ഇനി ഇവിടെ നിന്ന് മാറിയ അബുദാബിയുടെ ഓപ്പറേഷൻസ് മാറ്റിയ ഹമ്പൻടോട്ടയിലാണെങ്കിൽ അവർക്ക് വെസൽസ് ഇൻ പോർട്ട് 9, എക്സ്പെക്ടഡ് അറൈവൽസ് 16. ഏകദേശം നമ്മുടെ തുറമുഖം പോലെയുള്ള ഒരു തുറമുഖമായിട്ട് നമുക്ക് ഹമ്പൻടോട്ടയെ കാണാൻ പറ്റും. ഹമ്പൻടോട്ടയ്ക്കും the current operational berths have a total length of approximately 1630 meters. 1630 മീറ്റർ ഉണ്ട് ബർത്ത്. നമ്മുടെ എത്രയാണ്? നമ്മുടെ 800 പറയാമെങ്കിലും നമ്മുടെ നേരെ ഇരട്ടിയാണ് ഹമ്പൻടോട്ട. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തിരക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും MSCയോ മോസ്കോ അതുപോലുള്ള ഓപ്പറേറ്റേഴ്സിനെ ആശ്രയിക്കാൻ നമ്മുടെ പരിസരത്ത് എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു പോർട്ടിൽ പോകുന്നില്ല എന്നുള്ളതും നമ്മൾ ഈ സമയത്ത് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ വിഷയങ്ങളാണ്. എന്താണ് സൊല്യൂഷൻ? പ്രധാന റോൾ വഹിക്കേണ്ടത് അദാനി ഗ്രൂപ്പാണ്. അടുത്ത ഘട്ടം, ഫൈനൽ ഫേസ് എന്നുള്ള 2028 തീർക്കേണ്ടതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പിനാണ്. അവരത് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ കാലവർഷം മൺസൂൺ കഴിയുമ്പോഴത്തേക്കും വളരെ വേഗത്തിൽ തന്നെ ബർത്ത് 2000 മീറ്റർ, 2 കിലോമീറ്റർ ബർത്തും ബ്രേക്ക് വാട്ടർ 4000 മീറ്റർ. ഇതിന്റെ പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. ഉടനെ ആരംഭിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. കാലവർഷം തീരാതെ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റില്ല. പക്ഷെ അതിനു വേണ്ടിയുള്ള അഗ്രഗേറ്റ്സ്, അത്തരം കാര്യങ്ങൾ, ബോൾഡേഴ്സ് എല്ലാം ശേഖരിക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് സെയിലിംഗ് കമന്ററിക്ക് ലഭിച്ചത്. ഇത് MSC ഇങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് MSC നമുക്ക് ഒരിക്കലും MSC അല്ല, ഏത് ഓപ്പറേറ്റർ ആയാലും അവരവർ എഫിഷ്യന്റ് ആയിട്ട് അവരുടെ വെസൽസിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ മണിക്കൂറിന്റെയും വാടക. അപ്പൊ അതുകൊണ്ട് അവർ ഉപയോഗപ്പെടുത്തുന്നതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പരമാവധി സൗകര്യം നമ്മുടെ പോർട്ടിൽ ഒരുക്കി കൊടുക്കണം. അതിന് ഗവൺമെന്റുകൾ വേണ്ട അനുമതികൾ, ഇപ്പോൾ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ എല്ലാ എൻവയോൺമെന്റ് ക്ലിയറൻസ് എല്ലാം ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഗേറ്റ് തുറക്കുന്നതും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം യാർഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ പിന്നെയും കപ്പലുകൾക്ക് കണ്ടെയ്നർ ഇറക്കി വെക്കാനും മറ്റും സൗകര്യമുണ്ടാകും. അപ്പോൾ അതിന് ഗേറ്റ് തുറന്ന കണ്ടെയ്നറുകൾ പുറത്തോട്ട് പോവുകയും അകത്തോട്ട് വരികയും വേണം. അപ്പോൾ അങ്ങനെയെല്ലാം ഒരു ഹോളിസ്റ്റിക് വ്യൂയോടുകൂടി മാത്രമാണ് നമുക്ക് ഈ പ്രതിസന്ധി എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, കപ്പലുകൾ കുറഞ്ഞുപോയി എന്നുള്ള ചിന്ത ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അത് പരിഹരിക്കണമെങ്കിൽ ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ലോങ് ടേം വിഷനോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണം. അത് മൺസൂൺ കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് സെയിലിംഗ് കമന്ററി പ്രതീക്ഷിക്കുന്നത്.